തിരുവിഷ്ട മിനിസ്ട്രീസ് ഡെയിലി ബിഡിലേക്ക് സ്വാഗതം. 2021 ഫെബ്രുവരി 27 സാർവത്രിക സഭ വിശുദ്ധ ബലി മധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ. നിയമാവർത്തന പുസ്തകം 26 അധ്യായം 16 മുതൽ 19 വരെയും വിശുദ്ധ മത്തായി സുവിശേഷം 5 അധ്യായം 43 മുതൽ 48 വരെയും തിരുവചനങ്ങൾ. ഈശോയേറ്റവും പ്രിയപ്പെട്ടവരെ, കൃപയും സമാധാനം നമ്മോടുകൂടെ. നോമ്പിന്റെ നാൾവഴികളിലൂടെ ഉദ്ദാന മഹോത്സവത്തിലേക്ക് നാം യാത്ര ചെയ്യുകയാണ്. വയ്ക്കുന്ന ഓരോ ചുവടും ക്രിസ്തുവിലേക്ക് എത്ര അകലമുള്ളതാണ് എന്ന് പരിശോധിക്കാൻ, ജീവിത പ്രയോഗ വഴിയിൽ ക്രിസ്തുവിനെ സാക്ഷാത്കരിക്കാൻ എത്രത്തോളം കഴിയാതെ പോകുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് മാനസാന്തരത്തിന്റെ ജീവിതം നയിക്കാൻ ഈ നോമ്പ് കാലഘട്ടം നമ്മെ ക്ഷണിക്കുന്നുണ്ട്. മാനസാന്തരം പലപ്പോഴും ബാഹ്യമായ ഒരു അടയാളം മാത്രമായി അവശേഷിക്കുന്നു. കൽപ്പിതമായ കുറെ മാർഗങ്ങളും രീതികളും നാം കണക്കുകൂട്ടി വെച്ചിട്ടുണ്ട്. അനുതാപത്തിന്റെ വഴികളായി നാം തിരിച്ചറിയുന്നത് പലതും ബാഹ്യമായവ മാത്രമാണെന്നും ആന്തരികമായവയല്ലെന്നും തിരിച്ചറിയാൻ ഇനിയും വൈകിക്കൂടാ. സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ലോകത്തിന്റെ സാമാന്യതകളെ ലംഘിക്കാനാണ്. ലോകത്ത് മിത്രങ്ങളെ സ്നേഹിക്കുകയും ശത്രുക്കളെ ദ്വേഷിക്കുകയും ചെയ്യുന്നവരാണ് സാധാരണയായുള്ളത്. ലോകക്രമം അതാണ്. ശത്രുവിനെ സ്നേഹിക്കുക ഒരു മൗഢ്യമായി ലോകം കരുതും. ക്രിസ്തുവിലായി തീർന്നിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ശത്രുക്കളെ സ്നേഹിക്കാതിരിക്കാൻ സാധ്യമല്ല. വചനം നമ്മോട് പറയാണ്, അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പഴയ നിയമം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ. ശത്രുക്കളെ സ്നേഹിക്കുക എന്നത് ഒരു ജീവിത നിലപാടായി സ്വീകരിക്കുമ്പോൾ മാത്രമേ ക്രിസ്തുമാർഗത്തിലാണ് നമ്മുടെ ജീവിതമെന്ന് പറയാൻ കഴിയൂ. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളാണെന്ന് പറയാൻ പറ്റൂ. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യൻ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യുകയും ചെയ്യുന്നു. പക്ഷപാതമില്ലാത്ത ഒരാളാണ് ദൈവം. മനുഷ്യന്റെ നന്മ തിന്മകൾ നോക്കിയല്ല ഭൂമിയിൽ അവിടുന്ന് അവരെ പരിപാലിക്കുന്നത്. അതുകൊണ്ട് തരംതിരിവുകളുടെ ഒരു ലോകമുണ്ടാകരുത്. ആരെയും മാറ്റി നിർത്തുന്നവരായി നാം മാറിക്കൂടെന്നാണ് വചനം ഇന്ന് ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നുണ്ടല്ലോ. സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക എന്നത് ഒരു സാമാന്യ തത്വമാണ്. സാമാന്യതയെ ലംഘിക്കണമെങ്കിൽ സ്നേഹിക്കാത്തവരെ സ്നേഹിക്കാൻ പറ്റണം. ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കെതിരായി നിൽക്കുന്നവരെ തള്ളിക്കളയാത്ത മനോഭാവം ഉണ്ടാകലാണ്. നമുക്കെതിരായി പലരും അഭിപ്രായപരമായ വിയോജിപ്പുകളുള്ളവരുണ്ട്. നമ്മെ എതിർക്കുന്നുണ്ട്, അപമാനിക്കുന്നുണ്ട്. പലവിധത്തിൽ നാമുമായി യോജിപ്പിലെത്തിപ്പോകാൻ കഴിയാത്തവർ. അങ്ങനെ ഒന്നാകാൻ കഴിയാത്തവരെ പ്രതിദ്വന്ദികളാക്കി നിർത്താതെ അവരെയും തങ്ങളുടെ പക്ഷം ചേർത്ത് മുൻപോട്ട് പോകാൻ കഴിയുമെങ്കിൽ മാത്രമേ ക്രിസ്തുവിന്റെ രാജ്യത്തിൽ നാം സ്വീകരിക്കപ്പെടൂ എന്നാണ് വചനം ഓർമ്മിപ്പിക്കുക. സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നാം പരിപൂർണരായിരിക്കണം. പരിപൂർണതാ പദവി ഇതാണ്. എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കാൻ പറ്റുക. ശത്രുമിത്ര ഭേദമില്ലാതെ, ഒരാളെയും മാറ്റി നിർത്താതെ, ഇൻക്ലൂഷന്റെ ഒരു മനോഭാവം ഉണ്ടാകുക. എല്ലാവരെയും ഉൾച്ചേർക്കുന്നവരായി ജീവിക്കുക. ദൈവം ഒരാളെയും തള്ളിക്കളയുന്നില്ല. എല്ലാവരെയും ഉള്ളം കയ്യിൽ വഹിക്കുകയും എല്ലാവർക്കും ഈ ലൗകികമായ നന്മകളെല്ലാം നൽകുകയും ഭൗമികതയിൽ എല്ലാവരും പരിപാലിക്കുകയും എല്ലാവർക്കും വേണ്ടി തന്നെ പുത്രനെ ദാനം ചെയ്യുകയും ചെയ്ത ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അടയാളമായിട്ട് ഭൂമിയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ശിലറ്റം പ്രിയപ്പെട്ടവർ, എത്രത്തോളം നമുക്ക് നമ്മുടെ ജീവിത വഴിയിൽ ക്രിസ്തുവിനെ പ്രകാരം അടയാളപ്പെടുത്താൻ കഴിയുന്നുണ്ട് എന്ന് ഗൗരവമായി നാം പരിശോധിക്കണം. ജീവിതത്തിന്റെ സാമാന്യതകളെ ലംഘിക്കുക എന്നതിനർത്ഥം അത്ഭുതകരമായ മികവോടെ കാര്യങ്ങൾ ചെയ്യുക എന്നല്ല. നിർവ്യാജതയോടെ അവരെ സ്വീകരിക്കാൻ കഴിയുക, അവരുടെ കുറവ് അംഗീകരിക്കുക, ഒപ്പം തന്നെ അവരൻ നമ്മുടെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞ് എന്നിലെ ഞാനല്ലാത്ത ഭാഗമാണ് അവരെന്ന ബോധ്യത്തോടെ അവരെ സ്വീകരിക്കാൻ പറ്റുക. അങ്ങനെ അവരെ സ്വീകരിക്കുമ്പോൾ നാം നിശ്ചയമായും സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായിത്തീരും. ക്രിസ്തു രഹസ്യങ്ങൾ നമ്മിൽ അർത്ഥവത്തായിത്തീരുമെന്നാണ് വചനം പറയുക. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കർത്താവിന്റെ കൽപ്പന പാലിക്കുക എന്നതിനർത്ഥം സ്നേഹത്തിൽ വ്യാപരിക്കുക എന്നതാണ്. സ്നേഹത്തിൽ വ്യാപരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിശ്ചയമായും കർത്താവിന്റെ വഴിയിലാണ് നമ്മളെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ലാതായി പോവും. ഏറ്റവും പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഭൗമിക ജീവിതത്തിൽ നമുക്ക് വരുന്ന പിഴവ്
പുണ്യമാർഗങ്ങൾ, സുഹൃതങ്ങളെന്ന് കരുതുന്ന ഒട്ടനവധി പ്രവൃത്തികൾ നാം ചെയ്തു കൂട്ടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സ്നേഹം മറ്റുള്ളവർ അനുഭവിക്കാൻ ഇടയാകും വിധം അവരെ കൈനീട്ടി സ്വീകരിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിയുന്നില്ല. തന്നെ ഒറ്റുന്നവനെ, ചുംബിക്കുന്നവനെ സ്നേഹിത എന്ന് വിളിക്കുന്ന ക്രിസ്തുവിനെ ഓർക്കാം. അപ്രകാരം അവരൻ എനിക്കെതിരായി മാറുമ്പോൾ അവനെ ചേർത്ത് പിടിക്കുന്ന, സ്വന്തം ചങ്കിലേക്ക് കുന്തമുനെ ആഴ്ത്തുന്നവന്റെ കണ്ണിലേക്ക് രക്തവും വെള്ളവും ഒഴുക്കി അവന് സൗഖ്യം നൽകുന്ന ആ മനോഭാവത്തിലേക്ക് വരാൻ നമുക്ക് കഴിയണമെന്നാണ് വചനമെന്ന് ഓർമ്മിപ്പിക്കുക. കർത്താവിന്റെ വാഗ്ദാനങ്ങൾ സ്വീകരിക്കാൻ നാം പ്രാപ്തരാകണമെങ്കിൽ പ്രത്യേക ജനമാണെന്ന ബോധ്യം നിലനിർത്തിക്കൊണ്ട് കൽപ്പനകളെല്ലാം അനുസരിക്കണം. കൽപ്പനയിലെ പ്രധാനപ്പെട്ടത് സ്നേഹത്തിന്റെ പൂർണ്ണതയാണ്. ആ സ്നേഹത്തിന്റെ വഴിയിലായിത്തീരാൻ, പിതാവിനെ പ്രതി എല്ലാവരോടും സമഭാവന പുലർത്താൻ, എല്ലാവരെയും ക്രിസ്തു ഉൾക്കൊണ്ടതുപോലെ ഉൾക്കൊള്ളാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ മാത്രമേ വിശുദ്ധജനമായി തീരൂ എന്ന ബോധ്യത്തോടെ ദൈവവിളിക്ക് അനുസൃതമായ ജീവിതം നയിക്കാൻ ഹൃദയത്തിൽ തീരുമാനമെടുക്കാം. നോമ്പിന്റെ കാലഘട്ടം, വന്നുപോയ പിഴവുകളെ പരിഹരിക്കാനുള്ള കാലഘട്ടമാണ്. കർത്താവിന്റെ ആത്മാവിന്റെ ശക്തിയാൽ പിഴവുകളെ നീക്കി ക്രിസ്തു സ്നേഹത്തിന്റെ അഗ്നിയായി ആനുകാലികതയെ ശുദ്ധീകരിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്യാം.